മെസ്സി വിവാദത്തിൽ കായിക സെക്രട്ടറി നൽകിയത് ഗൗരവമുള്ള റിപ്പോർട്ടാണെന്ന് മുഖ്യമന്ത്രി. സർക്കാർ പരിശോധിച്ച് ശരിയായ നടപടിയെടുക്കും. മുൻ സർക്കാരിന്റെ പങ്കിനെക്കുറിച്ച് അടക്കം ഉചിതമായ അന്വേഷണം ഉണ്ടാകും. സ്പോൺസർ തെരഞ്ഞെടുത്തത് ചട്ടം മറികടന്നാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിന്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം പിന്നീടല്ലേ 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിനെ നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ നടന്നതായിട്ടുള്ള സംശയം പറയുന്നത് അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട സാഹചര്യങ്ങളാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. ശ്രീ മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം, ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട കേസിൽ എന്തൊക്കെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണ ഏരിയയിലേക്ക് കടക്കുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ GST വെട്ടിപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിന്മേൽ നടപടിയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണോ സർക്കാർ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്? മെസ്സി തട്ടിപ്പ്, മെസ്സിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഏത് അന്വേഷണമാണ് അദ്ദേഹം പറഞ്ഞത്? അത് വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വരുന്നതെല്ലാം വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടപടിക്രമങ്ങളുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനത്തിന് എങ്ങനെയാണ് ഈ സ്പോൺസറായി സുതാര്യമല്ലാത്ത നടപടികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്, ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയാണ്, നൽകിയ പണത്തിന്റെ ഉറവിടം എന്തെയാണ് തുടങ്ങി വ്യത്യസ്തമായ ഗൗരവത്തിലുള്ള വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ പലതും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്തത് ഗൗരവത്തിൽ പരിഗണിക്കും. ഇപ്പോൾ റിപ്പോർട്ട് പരിശോധിക്കുന്നേ ഉള്ളൂ, വിവരങ്ങൾ പരിശോധിക്കുന്നേ ഉള്ളൂ. ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകണം എന്ന കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസി വേണോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏജൻസി വേണോ, എന്താണ് പ്രത്യേക അന്വേഷണ സംഘമാണോ, ആ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തില്ല. പക്ഷേ അത് വൈകാതെ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ GST തട്ടിപ്പ്. GSTയിലുള്ള വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ GST വകുപ്പ് കൈയോട് പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് പിന്നീട് രക്ഷപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടന്നു. ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചുകൊണ്ട് GST വകുപ്പിന്റെ നടപടികളായി മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലൊരു പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ നികുതി തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അതും നടക്കും എന്ന് പറഞ്ഞാൽ GST തട്ടിപ്പിലെ അന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. GST വകുപ്പിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് അതിന്റെ വഴിക്ക് നടക്കും. പക്ഷേ ഈ ഒരു ഇടപാട് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ നടപടിക്രമങ്ങൾ, അതിന്റെ ഇടപാടുകൾ, അതിൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വശങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള സമഗ്ര അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുമെന്നാണ് പറഞ്ഞത്. ഏത് അന്വേഷണം എന്നുള്ളത് വൈകാതെ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.